പ്രിയപ്പെട്ട കുട്ടികളെ, CUET 2024 മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രോബ്ലം സോൾവിംഗ് എന്ന മേഖലയിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. അപർണ cuts a cake into 2 halves and cuts 1 half into smaller pieces of equal size. Each of the small pieces is 20 grams in weight. If she has 7 pieces of the cake involved with her, how heavy was the original cake? നോക്കാം. ഒരു കേക്ക്, ആ കേക്കിനെ 2 പീസാക്കി മാറ്റി. ആദ്യം 2 ഹാഫാക്കി മാറ്റി. എന്നിട്ട് ചെയ്തത്, ഈ രണ്ടാമത്തെ ഹാഫിനെ, ഒരു ഹാഫ്, ഇത് രണ്ടും തുല്യം അളവിലുള്ളതാണ്, ഈക്വൽ സൈസാണ്. രണ്ടാമത്തെ ഹാഫിനെ നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി. ഇതിലുള്ള ഓരോ കഷ്ണത്തിൻ്റെയും വെയിറ്റ് 20 ഗ്രാമാണ്. പിന്നീടുള്ള ഇൻഫർമേഷൻ, ഓൾ ടുഗദർ നമുക്ക് 7 പീസാണുള്ളത്. അപ്പോൾ നമുക്ക് ഒരു പീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി ബാക്കി എത്ര ചെറിയ പീസ് വേണ്ടി വരും എന്ന് ആലോചിക്കുക. ഇതിൽ 6 പീസും കൂടി ഇതിൽ വരേണ്ടി വരും. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിനെ കട്ട് ചെയ്തിട്ടുണ്ടാവുക? ഏകദേശം നമുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ ഈ 6 പീസുകൾ 2, 3, 4, 5, 6, 7, ഇപ്പം മൊത്തത്തിൽ 7 പീസാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ചെറിയ പീസുകളിൽ ഓരോന്നിൻ്റെയും വെയിറ്റ് 20 ഗ്രാമാണ്. അപ്പോൾ നമുക്ക് മൊത്തം വെയിറ്റ് കാണണമെങ്കിൽ 20 ഗ്രാമുള്ള എത്ര എണ്ണം ഉണ്ട് എന്ന് ആലോചിക്കുക. 6 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ ഹാഫിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 120 ഗ്രാം ആയിരിക്കും. അപ്പോൾ ഈ പകുതി 120 ഗ്രാമാണ്. അപ്പോൾ ആദ്യത്തെ പകുതി സ്വാഭാവികമായിട്ടും 120 ഗ്രാം തന്നെ വേണം. കാരണം 2 ഹാഫാക്കി മാറ്റുകയാണ് ചെയ്തത്. ആദ്യത്തെ ഹാഫ് 120, രണ്ടാമത്തെ ഹാഫ് 120. അതുകൊണ്ട് ടോട്ടൽ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 240 ഗ്രാം ആയിരിക്കും. ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 240 ഗ്രാം ആയിരിക്കും. മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഇഫ് സച്ച് നമ്പേഴ്സ് which are divisible by 5 and also those which have 5 as one of the digits are eliminated from the numbers 1 to 60, how many such numbers would remain? നോക്കാം. 1 മുതൽ 60 വരെയുള്ള നമ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ നിന്ന് 5 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ 1 മുതൽ 60 വരെയുള്ള നമ്പേഴ്സ് എത്ര ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 60 നമ്പേഴ്സ് നമ്മളെ കയ്യിലുണ്ട്. അതിൽ നിന്ന് 5 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55, 60. ഇത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഒഴിവാക്കേണ്ട നമ്പേഴ്സ്, ഒന്ന് 5 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ എല്ലാ നമ്പേഴ്സിനെയും ഒഴിവാക്കണം. കൂടാതെ 5 ഒരു ഡിജിറ്റായിട്ട് വരുന്ന എല്ലാ നമ്പേഴ്സും ഒഴിവാക്കി കളയണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുക, 5 മുതൽ ഒന്നിച്ച് 45 വരെയുള്ള എല്ലാ നമ്പേഴ്സും 5 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പറാണ്. പിന്നീട് തുടർന്ന് വരുന്ന ഈ അക്കങ്ങളുടെ പ്രത്യേകത 50, 51, 52 മുതൽ 60 വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ 59 വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രത്യേകതയൊക്കെ ഈ അക്കത്തിലൊക്കെ, ഈ ഡിജിറ്റുകളിലൊക്കെ എന്തുണ്ട്? 5 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒഴിവാക്കി കളയേണ്ട നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 മുതൽ 60 വരെയുള്ളത് എല്ലാതും ഒഴിവാക്കണം. അതിൽ 50 മുതൽ 59 വരെ എടുത്തു കഴിഞ്ഞാൽ അത് 10 എണ്ണം ഉണ്ട്. അത് കൂടാതെ നമുക്ക് 5 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പേഴ്സ് 1, 2, 3, 4, 5,
6, 7, 8, 9, 60 അടക്കം 10 നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് 10ഉം 10ഉം 20 നമ്പേഴ്സിനെ എലിമിനേറ്റ് ചെയ്ത് കളയാം. 60-ൽ നിന്ന് 20 നമ്പേഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എത്ര എണ്ണം ഉണ്ടാവും എന്നുള്ളതാണ്. 40 എണ്ണം നമുക്ക് ബാക്കി ഉണ്ടാവും. ഓക്കെ. If in a given number 5, 8, 9, 4, 3, 2, 7, 6, 1, 4, we interchange the first and second digits, third and fourth, fifth and sixth, and so on. Then counting from the right end, which will be the sixth number. നോക്കാം. നമ്മളോട് 5ഉം 8ഉം ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 8, 5, 9ഉം 4ഉം 4, 9, 3ഉം 2, 2, 3, 7ഉം 6ഉം 6, 7, 1ഉം 4ഉം 4, 1. പുതിയ നമ്പർ ഈ രീതിയിലാണ് ഉണ്ടാവുക. ഇനി ഫ്രം ദ റൈറ്റ് ഏതായിരിക്കും ആറാമത്തത്? 1, 2, 3, 4, 5, 6. അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരമായിട്ട് വരിക 2 ആയിരിക്കും. ഇതിൻ്റെ ഉത്തരം വരിക ഏത് നമ്പറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം 2. ആൻസർ 2 ആയിരിക്കും. അടുത്തത്, എ നമ്പർ ഈസ് 4 less than 2 times the other number. 4 less than 2 times the other number. ഒരു നമ്പർ 4 less than 2 times the other number. അപ്പോൾ അതർ നമ്പർ എക്സ് ആണെങ്കിൽ 4 less than 2 times. അപ്പോൾ എങ്ങനെയാണ് 4 less than 2 times the other number എന്ന് പറഞ്ഞാൽ 2x. 2 times the other number എന്ന് പറഞ്ഞാൽ 2x. അതിൽ നിന്ന് 4 കുറയ്ക്കണം. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2x മൈനസ് 4ഉം അതുപോലെ എക്സും. ഇഫ് ദർ ഡിഫറൻസ് ഈസ് 21. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വ്യത്യാസം 2x മൈനസ് 4 മൈനസ് എക്സ് എത്രയാണ്? 21 ആണെങ്കിൽ വിച്ച് ഈസ് ദ ഗ്രേറ്റർ നമ്പർ? ഇതിലെ വലിയ നമ്പർ ഏതായിരിക്കും? അപ്പോൾ നമുക്കിവിടെ 2x നിന്ന് എക്സ് കുറച്ച് കഴിഞ്ഞാൽ എക്സ് ആയിരിക്കും. എക്സ് മൈനസ് 4 ഈക്വൽ ടു 21. അപ്പോൾ എക്സ് ഈക്വൽ ടു എത്രയായിരിക്കും? 21 പ്ലസ് 4, ദാറ്റ് ഈസ് 25. എക്സിൻ്റെ വാല്യൂ 25 ആണ്. അപ്പോൾ മറ്റേ നമ്പർ എത്രയായിരിക്കും? 2x മൈനസ് 4 ആയിരിക്കും അടുത്ത നമ്പർ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് 2 into 25 മൈനസ് 4, ദാറ്റ് ഈസ് 50 മൈനസ് 4, 46. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 25ഉം 46ഉം. അതിലേതാണ് നമുക്ക് ആവശ്യമുള്ളത്? വിച്ച് ഈസ് ദ ലാർജർ? ലാർജറായിട്ട് വരെ ഏതായിരിക്കും? 46. മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നിങ്ങൾ സെൽഫ് പ്രാക്ടീസിന് വേണ്ടി തന്നിട്ടുള്ള ചോദ്യമാണ്. എല്ലാവരും ഈ ചോദ്യം വായിച്ച് ഉത്തരം അടുത്ത ക്ലാസ്സിലേക്ക് പറയാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് സാധിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടില്ല. എല്ലാവരും ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.